പഞ്ചാബിൽ രാജ്പുര എന്ന സ്ഥലത്താട്ടോ ഞങ്ങൾ താമസിക്കുന്നത്. ചണ്ഡീഗഡിൽ നിന്ന് ഒരു മണിക്കൂർ ദൂരം. 3.5 വർഷമായി ഞങ്ങൾ രാജ്പുരയിൽ താമസിക്കുന്നു. രാജ്പുര ടൗണിൽ ഒരു പാർക്കുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് 3.5 വർഷത്തിന് ശേഷമാട്ടോ ആ പാർക്കിലേക്ക് പോകുന്നത്. നമ്മൾ ടൗണിൽ പോകുമ്പോഴൊക്കെ ഈ പാർക്ക് കാണുമ്പോൾ ഇറങ്ങണം ഇറങ്ങണം എന്നൊക്കെ പറയുന്നതല്ലാതെ ഇറങ്ങിയിട്ടേ ഇല്ല. പിള്ളേർ സ്കേറ്റിംഗ് ഒക്കെ പഠിച്ചപ്പോൾ കരുതി നമുക്കൊന്ന് അങ്ങോട്ട് ഇറങ്ങിയാലോ എന്ന്. അവിടെ സ്കേറ്റ് ചെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ, നല്ല വലിയ ഗ്രൗണ്ടുണ്ട്. അപ്പോൾ സൺഡേ ഒക്കെ ഭയങ്കര നല്ല തിരക്കായിരിക്കും അവിടെ. അങ്ങനെ ലിയാമും നോയും സ്കേറ്റ് ചെയ്യാമെന്ന് കരുതി ഞങ്ങൾ ആ പാർക്കിലേക്ക് ഒരു ദിവസം ഇറങ്ങി കേട്ടോ. നല്ല സ്ഥലമുണ്ടായിരുന്നുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് പിള്ളേർ കുറേ നേരം സ്കേറ്റ് ചെയ്തു. ലിയാം ആദ്യമേ കുറച്ച് കളിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ സ്കേറ്റ് ചെയ്യാൻ വേണ്ടി പോയത്. ബാക്കി പിള്ളേർ എന്നാ ചെയ്യുന്നതെന്നൊക്കെ നോക്കി അവരെ കുറച്ച് ഗൈഡൊക്കെ ചെയ്ത് അവരോട് സംസാരിച്ച് ആ ഒരു വൈകുന്നേരം ഒത്തിരി എൻജോയ് ചെയ്തു പിള്ളേർ. അപ്പോൾ ഇവിടെ കുറേ കളിച്ചൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ലിയാമിനെ ഞങ്ങൾ സ്കേറ്റ് ചെയ്യാൻ വേണ്ടി വിട്ടത്. ഗോൾഡൻ സ്പാരോ എന്നെങ്കിലെ ആരോ ഇനി ഞങ്ങളെ കണ്ടില്ല എന്ന് വേണ്ട അല്ലേ, എല്ലാ എക്യുപ്മെൻറ്റ്സിലും കയറി ഇറങ്ങി കേട്ടോ. സെയിം എക്യുപ്മെൻറ്റ്സ് തന്നെയായിരുന്നു ഓരോ കോർണറിലായിട്ട് വെച്ചിരിക്കുന്നത്. എല്ലാ എക്യുപ്മെൻറ്റ്സിലും കയറി ഇറങ്ങിയിട്ടാട്ടോ പിള്ളേർ പാർക്കിൽ നിന്ന് വന്നത്. നോ ഒരു അരമണിക്കൂറോളം സ്കേറ്റ് ചെയ്തു. നോവയുടെ കമ്പനിക്ക് 3-4 ചേട്ടായിമാരുണ്ടായിരുന്നു കേട്ടോ സ്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ച്വലി നോവയുടെ 4th ബർത്ത്ഡേക്ക് സ്കേറ്റ്സ് ഞങ്ങൾ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് റെഗുലറായിട്ട് ഞങ്ങൾ അവനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാത്തതുകൊണ്ട് അവന് അതത്ര വശം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞാണ് ഞങ്ങളുടെ സ്റ്റേഷനിൽ ഇത് പഠിപ്പിക്കാൻ വേണ്ടി ആളുകൾ വന്നത്. അപ്പോഴത്തേക്ക് നോ ആ സ്കേറ്റ്സ് ഔട്ട്ഗ്രോ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ലിയാമിന് അത് ഇട്ട് കൊടുത്തു. 3 വീലുള്ളതായിരുന്നു കേട്ടോ. ലിയാം ആ പ്രാക്ടീസിന് പോയി ലിയാം നല്ലോണം ചെയ്യാൻ പഠിച്ചു. പിന്നെ നോയ്ക്ക് ഞങ്ങൾ വേറെ 4 വീലിൻ്റെ മേടിച്ച് കൊടുക്കുക കേട്ടോ ചെയ്തത്. എന്തായാലും 1 മാസത്തെ ക്ലാസ്സും കൊണ്ട് അടിപൊളിയായിട്ട് അവർ സ്കേറ്റ് ചെയ്യാൻ പഠിച്ചു. പിന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ വന്നതുകൊണ്ട് ആ ക്ലാസ്സസ് അങ്ങ് നിന്നുപോയി. പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ആ 1 മാസം കൊണ്ട് അവർ നല്ലോണം പഠിച്ചു കേട്ടോ. അവിടെയുള്ളൊരു മാലാഖയാണ്, ഒരു ചിറകേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഇടം പോയപ്പോൾ ശ്രദ്ധിച്ചു, അതിന് 2 ചിറകും വന്നിട്ടുണ്ട്. പിന്നെ സന്ധ്യയായി. പിന്നെയും പിള്ളേർ കുറേ നേരം ഓരോ എക്യുപ്മെൻറ്റിലൊക്കെ കയറി കളിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പോകുന്ന വഴിക്ക് ഞങ്ങൾ അവിടുന്ന് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി കുറച്ച് കോക്കും പ്രിങ്കിൾസും പിന്നെ പോകുന്ന വഴി ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാട്ടോ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. പിള്ളേർക്ക് കുറച്ച് സന്തോഷം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണമല്ലോ. ഇങ്ങനെ ഞങ്ങൾ ആഴ്ചയിൽ ഒന്നായിരിക്കും രാജ്പുരയിൽ പോകുന്നത്. കുറച്ച് ദൂരമുണ്ട്, നമ്മുടെ അവിടെ നിന്ന് 1/2 hour ദൂരമുണ്ട്. ഇല്ലേ ബാക്കി ആവശ്യ സാധനങ്ങളൊക്കെ നമ്മുടെ സ്റ്റേഷൻ്റെ അകത്ത് ലഭ്യമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലേസൊക്കെ കഴിച്ച് നമ്മുടെ കോക്കൊക്കെ കുടിച്ച് ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയി.